പേർഷ്യൻ ഗൾഫിനും ഒമാൻ കടലിടുക്കിനും ഇടയിലുള്ള വെറും 21 മൈൽ മാത്രം വീതിയുള്ള ഹോർമുസ് കടലിടുക്ക്. ഈ കടലിടുക്കിന് എന്നും വളരെ നിർണായകമായ സ്ഥാനമാണുള്ളത്. ലോകത്തിലെ ആകെ എണ്ണ വിതരണത്തിന്റെ 1/5 ഭാഗവും കടന്നുപോകുന്ന ഈ ഇടുങ്ങിയ ജലപാത ഇന്ന് ആഗോള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ സംഘർഷഭരിതമായ ഇടമായി മാറിയിരിക്കുകയാണ്. ഇസ്രായേലിനെയും അവരെ സഹായിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളെയും തകർക്കാൻ ഇറാൻ കണ്ടെത്തിയ വഴി ഹോർമുസ് കടലിടുക്ക് ഭാഗികമായി അടയ്ക്കുക എന്നതാണ്. ഇതോടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നു. ഷിപ്പിംഗ് ഇൻഷുറൻസ് ചാർജുകൾ 400% വർദ്ധിച്ചത്. പല രാജ്യങ്ങളിലും പെട്രോൾ അടിക്കാൻ റേഷൻ ഏർപ്പെടുത്തി കഴിഞ്ഞു. ഇതൊരു സാധാരണ യുദ്ധമല്ല, ലോകത്തെ പട്ടിണിക്കിടുന്ന ഇക്കണോമിക് ടെററിസം ആണ് എന്നാണ് അമേരിക്ക ഇതിനെ വിളിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഏർപ്പെടുത്തിയ ഭാഗിക നിയന്ത്രണങ്ങൾ ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ ഉറ്റുനോക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഈ പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ ഉൾപ്പെടെയുള്ള 5 രാജ്യങ്ങൾക്ക് ഇറാൻ നൽകിയിരിക്കുന്ന പ്രത്യേക പരിഗണന ഇത് നയതന്ത്ര ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നു. ശത്രു രാജ്യങ്ങൾക്ക് മുന്നിൽ വാതിലുകൾ അടയ്ക്കുമ്പോഴും ഇന്ത്യയെ തങ്ങളുടെ ഉറ്റ സുഹൃത്തായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാൻ സ്വീകരിച്ച നിലപാട് പുതിയൊരു അധികാര സമവാക്യത്തിന്റെ സൂചനയാണ് നൽകുന്നത്. ഹോർമുസ് കടലിടുക്കിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം മനസ്സിലാക്കാതെ നിലവിലെ പ്രതിസന്ധിയെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയില്ല. വെറും 21 മൈൽ മാത്രം വീതിയുള്ള ഈ കടലിടുക്ക് ലോകത്തെ ഊർജ്ജ വിപണിയുടെ ശ്വാസനാളമായിട്ടാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. സൗദി അറേബ്യ, ഇറാഖ്, കുവൈറ്റ്, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ലോകത്തെമ്പാടും എത്തുന്നത് ഈ പാതയിലൂടെയാണ്. അതിനാൽ തന്നെ ഇവിടെ ഉണ്ടാകുന്ന നേരിയ ചലനം പോലും അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമാകും. ഫെബ്രുവരി അവസാനത്തോടെ പശ്ചിമേഷ്യയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് അമേരിക്കൻ ഇസ്രായേൽ താൽപര്യങ്ങളെ തകർക്കാൻ ലക്ഷ്യമിട്ടാണ് ഇറാൻ ഇവിടെ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. യുദ്ധത്തിൽ ഇസ്രായേലിനെ സഹായിക്കുന്ന രാജ്യങ്ങളെ സാമ്പത്തികമായി തളർത്തുക എന്ന തന്ത്രപരമായ നീക്കമാണ് ഇതിന് പിന്നിലുള്ളത്. പക്ഷേ ഇവിടെയാണ് ഇന്ത്യയുടെ നയതന്ത്ര കരുത്ത് നമ്മൾ കാണുന്നത്. ഈ യുദ്ധത്തിനിടയിലും ഇറാൻ ഒരു സേഫ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ ലിസ്റ്റിൽ ഒന്നാമത് നമ്മുടെ ഇന്ത്യയാണ്. ഇന്ത്യയെ കൂടാതെ റഷ്യ, ചൈന, ഇറാഖ്, പിന്നെ പേരിന് പാകിസ്ഥാനും ഈ ലിസ്റ്റിലുണ്ട്. ഈ യുദ്ധകാല നിയന്ത്രണങ്ങൾക്കിടയിലും ഇന്ത്യയെ തങ്ങളുടെ വിശ്വസ്ത സുഹൃത്തായി ഇറാൻ അടയാളപ്പെടുത്തുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി കഴിഞ്ഞ ദിവസം പറഞ്ഞത് വളരെ വ്യക്തമാണ്. ഇന്ത്യ ഞങ്ങളുടെ ഉറ്റ സുഹൃത്താണ്. ഇന്ത്യൻ കപ്പലുകൾക്ക് ഹോർമുസിലൂടെ കടന്നുപോകാൻ യാതൊരു തടസ്സവുമില്ല. ഞങ്ങളുടെ സൈന്യം അവർക്ക് കാവൽ നിൽക്കും. ആഗോള രാഷ്ട്രീയ തന്ത്രങ്ങളിൽ ഇന്ത്യ നേടിയെടുത്ത സമാനതകളില്ലാത്ത വിജയം തന്നെയാണിത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഉപരോധ ഭീഷണികൾ വകവയ്ക്കാതെ ചബഹാർ തുറമുഖ പദ്ധതിയുമായിട്ട് ഇന്ത്യ മുന്നോട്ട് പോയതിന്റെ ഫലമാണിത്. ഇന്ന് ലോകരാജ്യങ്ങൾ ഇന്ത്യയുടെ സഹായത്തിനായി കാത്തു നിൽക്കുകയാണ്. കാരണം ഇന്ത്യൻ കപ്പലുകൾ വഴി മാത്രമേ ഇപ്പോൾ സുരക്ഷിതമായിട്ട് ചരക്കുകൾ നീങ്ങുന്നുള്ളൂ. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയുടെ വാക്കുകളിൽ ഇത് കേവലം ഒരു ഔദാര്യമല്ല, മറിച്ച് ദീർഘകാലമായുള്ള നയതന്ത്ര ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന നടപടിയാണ്. അതേസമയം ഈ സൗഹൃദ പട്ടികയിൽ ഇടം പിടിച്ചിട്ടും പാകിസ്ഥാന് നേരിടേണ്ടി വന്ന തിരിച്ചടി വലിയൊരു പാഠമാണ് നൽകുന്നത്. അടുത്തിടെ ഷാർജയിൽ നിന്ന് കറാച്ചിയിലേക്ക് പുറപ്പെട്ട സെലൻ എന്ന പാക് കപ്പൽ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് തടഞ്ഞത് നയതന്ത്ര വൃത്തങ്ങളിൽ അമ്പരപ്പുണ്ടാക്കിയിരുന്നു. ഒരു സുഹൃദ് രാജ്യം എന്ന നിലയിൽ പാകിസ്ഥാനെ അംഗീകരിക്കുമ്പോഴും തങ്ങളുടെ സുരക്ഷാ പ്രോട്ടോകോളുകളിൽ ഇറാൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന കൃത്യമായ സന്ദേശമാണിത്. മുൻകൂർ അനുമതി വാങ്ങാതെയും ഇറാനിയൻ സൈന്യവുമായി ഏകോപിപ്പിക്കാതെയും തങ്ങളുടെ സമുദ്രപരിധിയിലൂടെ കടന്നുപോകാൻ ശ്രമിച്ചതാണ് പാക് കപ്പലിന് വിനയായത്. ഇത് വ്യക്തമാക്കുന്നത് ഹോർമുസിലെ നിയന്ത്രണം വെറും ഒരു പ്രഖ്യാപനമല്ല, മറിച്ച് കൃത്യമായ സൈനിക നിരീക്ഷണത്തിന് കീഴിലുള്ള നടപടിയാണ് എന്നാണ്. അന്താരാഷ്ട്ര നിയമങ്ങളെക്കാൾ ഉപരിയായി ഇറാൻ ഇപ്പോൾ മുൻഗണന നൽകുന്നത് തങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്കാണ്. ഇന്ത്യ ഓരോ നീക്കവും ഇറാന്റെ സൈനിക വിഭാഗവുമായി സംസാരിച്ച് കൃത്യമായ പ്ലാനിങ്ങോടെയാണ് ചെയ്യുന്നത്. എന്നാൽ പാകിസ്ഥാൻ കാണിച്ച അശ്രദ്ധ അവർക്ക് വലിയ നാണക്കേടുണ്ടാക്കിയിട്ടുണ്ട്. ഇത് പാക് മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി മാറിയിരിക്കുകയാണ്. ഏതായാലും ഹോർമുസ് കടലിടുക്കിലെ ഈ തടസ്സങ്ങൾ ആഗോള വിതരണ ശൃംഖലയെ വലിയ രീതിയിൽ ബാധിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പെട്രോളിനും ഡീസലിനും പുറമെ വളം, നിത്യോപയോഗ സാധനങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ എന്നിവയുടെ ഒക്കെ വിതരണം പാടെ താളം തെറ്റിയിരിക്കുകയാണ്. വികസ്വര രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് കടുത്ത നാണ്യപ്പെരുപ്പത്തിന് കാരണമാകുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 100 കണക്കിന് കപ്പലുകൾ മാസങ്ങളായിട്ട് കടലിടുക്കിന് പുറത്ത് കുടുങ്ങിക്കിടക്കുന്ന കാഴ്ച ശരിക്കും ഭയാനകമാണ്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കപ്പലുകൾക്ക് ഇറാൻ പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തി കഴിഞ്ഞു. ഈ ഒരു കാര്യം കൊണ്ട് അവർക്കിപ്പോൾ ആഫ്രിക്കൻ ഭൂഖണ്ഡം വഴി ചുറ്റി ദീർഘദൂര പാതകൾ തിരഞ്ഞെടുക്കേണ്ടി വരുന്നു. ഇതോടെ ചരക്ക് നീക്കത്തിന്റെ ചിലവ് വൻതോതിൽ വർദ്ധിക്കാൻ ഇത് കാരണമായി. എന്നാൽ ഇത്തരം ഒരു പ്രതിസന്ധിക്കിടയിലും ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്ന പ്രത്യേക അനുമതി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണ്. ഇത് നമ്മുടെ എനർജി സെക്യൂരിറ്റി ഉറപ്പാക്കുന്നതിനൊപ്പം ആഗോളതലത്തിൽ ഭാരതത്തിന്റെ നയതന്ത്ര സ്വാധീനം, ഡിപ്ലോമാറ്റിക് ഇൻഫ്ലുവൻസ് എത്രത്തോളം ഉണ്ടെന്ന് തെളിയിക്കുന്ന ഒന്നുകൂടിയാണ്.
ശത്രു രാജ്യങ്ങളെ തളർത്താൻ ഇറാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തമായ ആയുധമാണ് ഹോർമുസ് എന്ന് പറയുന്നത്. ഇറാന്റെ കയ്യിലുള്ള ഒരു സ്ട്രാറ്റജിക് വെപ്പണാണ് ഇപ്പോൾ ഹോർമുസ്. ഈ കടലിടുക്ക് പൂർണ്ണമായി അടയ്ക്കുമെന്ന് ഇറാൻ പലപ്പോഴും ഭീഷണി മുഴക്കാറുണ്ടെങ്കിലും ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കുന്നത് അവരുടെ പ്രായോഗിക രാഷ്ട്രീയം വെളിപ്പെടുത്തുന്നു. ഇനി പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാന് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങളെ മറികടക്കാൻ ഇന്ത്യയെ പോലെ ഒരു വലിയ വിപണിയുടെ സഹായം അവർക്ക് ഇപ്പോൾ അത്യാവശ്യവുമാണ്. റഷ്യയുമായും ചൈനയുമായും ചേർന്നുള്ള ഇറാന്റെ നീക്കങ്ങൾ പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ ആധിപത്യം കുറയ്ക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗവുമാണ്. ഈ വലിയ രാഷ്ട്രീയ പോരാട്ടത്തിനിടയിൽ ഇന്ത്യ ഒരു ന്യൂട്രൽ പവർ അല്ലെങ്കിൽ ഒരു മികച്ച മധ്യസ്ഥന്റെ റോൾ വരെ ഭംഗിയായി നിർവഹിക്കുന്നുണ്ട്. ഭാവിയിൽ ഈ പ്രതിസന്ധി എങ്ങോട്ട് നീങ്ങുമെന്നത് പ്രവചനാതീതമാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിക്കാതെ ഹോർമുസിലെ നിയന്ത്രണങ്ങൾ നീക്കാൻ ഇറാൻ തയ്യാറാവില്ല. പാകിസ്ഥാൻ നേരിട്ടതുപോലെയുള്ള കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇറാനുമായുള്ള നേരിട്ടുള്ള ആശയവിനിമയം ഇന്ത്യ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങൾ തുടരേണ്ടതുണ്ട്. സമുദ്ര സുരക്ഷയിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ല എന്ന IRGC കമാൻഡർമാരുടെ നിലപാട് വിരൽ ചൂണ്ടുന്നത് വരാനിരിക്കുന്ന കൂടുതൽ കടുത്ത നടപടികളിലേക്കാണ്. എണ്ണ ടാങ്കറുകൾക്ക് നൽകുന്ന ഇൻഷുറൻസ് തുക വർദ്ധിക്കുന്നതും അതുപോലെ കപ്പൽ ഗതാഗത മേഖലയിലെ അനിശ്ചിതത്വവും ഒരു ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന് വഴിതെളിച്ചേക്കാം. എന്നിരുന്നാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇറാനുമായുള്ള ഈ സവിശേഷ ബന്ധം നിലവിലെ കലുഷിതമായ സാഹചര്യത്തിലും ഒരു വലിയ സുരക്ഷാ കവചമായി നിലനിൽക്കുന്നു എന്നത് നാം മറക്കരുത്. ചുരുക്കത്തിൽ ഹോർമുസ് കടലിടുക്കിലെ സംഭവ വികാസങ്ങൾ കേവലം ഒരു പ്രാദേശിക തർക്കമല്ല. ഇത് ലോകക്രമത്തിൽ സംഭവിക്കുന്ന വലിയ മാറ്റങ്ങളുടെ പ്രതിഫലനമാണ്. തങ്ങളുടെ സുഹൃത്തുക്കളെയും ശത്രുക്കളെയും കൃത്യമായി വേർതിരിച്ചറിയുന്ന ഇറാന്റെ ഈ പുതിയ സമീപനം അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ക്രെഡിബിലിറ്റിക്കും അതായത് വിശ്വാസ്യതയ്ക്കും കൃത്യമായ ആശയവിനിമയത്തിനും എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് കാണിച്ചു തരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തന്ത്രപരമായ സ്വയംഭരണവും സമാധാനപരമായ നിലപാടുകളും എങ്ങനെ ആപൽഘട്ടങ്ങളിൽ തുണയാകുന്നു എന്നതിന്റെ മികച്ച ഉദാഹരണമാണിത്. സംഘർഷങ്ങൾക്കിടയിലും സഹകരണത്തിന്റെ വാതിലുകൾ തുറന്നിടാൻ കഴിയുന്നത് ആഗോളതലത്തിൽ ഇന്ത്യയുടെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നു. വരും മാസങ്ങളിൽ പശ്ചിമേഷ്യയിലെ സൈനിക നീക്കങ്ങൾ അനുസരിച്ച് ഹോർമുസിലെ തിരമാലകളുടെ രാഷ്ട്രീയവും മാറിക്കൊണ്ടിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.